എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്നത്തോടെ ബാങ്ക് നിഫ്റ്റിയുടെ ആഴ്ചക്കത്തിക്കൽ നിന്നിരിക്കുകയാണ്. ഇനി മാസക്കത്തിക്കലുള്ളൂ. ഇനി ബാക്കിയുള്ള ഇൻഡെക്സുകളൊക്കെ ഈ 20-ാം തീയതിയുടെ ഉള്ളിൽ എല്ലാം അവസാനിക്കും. നിഫ്റ്റി ആൻഡ് സെൻസെക്സ് മാത്രം ആഴ്ചയിൽ എക്സ്പയർ. നമ്മുടെ ടാർഗറ്റുകളൊക്കെ ഇന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ്സ് സ്കാനിലാണ്. 50,864 താഴെ, 50,860 താഴെയാണ് എൻട്രി പറഞ്ഞത്. 10:40 ക്ലോസ് ചെയ്തു. പിന്നീട് നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അത് മുകളിലേക്ക് പോയി. വീണ്ടും ഈ ഒരു ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തത്. റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അത് പിന്നീട് മുകളിലേക്ക് പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റെഡ് ക്യാൻഡിൽ നിന്നാണ് എൻട്രി എടുത്തിട്ടുണ്ടാവുക. നമ്മൾ ഇത്രയും നേരം കുറച്ച് പേടിച്ചിട്ടുണ്ടാവും എല്ലാവരും. എന്നാലും കുഴപ്പമില്ല. 160 പോയിൻറ്റിൻ്റെ ഒരു റാലി ഉണ്ടായിരുന്നു. ചെറിയൊരു പ്രോഫിറ്റൊക്കെ ആ വഴിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇല്ല കൂടുതൽ വേണം എന്നുള്ളവർ ഇവിടെ നിന്നും എടുത്താൽ തന്നെ നോക്കൂ, 850 പോയിൻറ്റിൻ്റെ റാലി. ആരും അതുവരെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും പറയുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് അത്യാവശ്യം 5 ട്രേഡ് എടുത്തുള്ളൂ. ഉച്ചയ്ക്ക് മുമ്പായിട്ട് 4 ഉച്ചയ്ക്ക് ശേഷം 1 അത്യാവശ്യം തെറ്റില്ല. 2 ടാർഗറ്റിലേക്ക് എത്തിയില്ലെങ്കിലും ബാക്കി 3 ടാർഗറ്റും അത്യാവശ്യം നല്ല പ്രോഫിറ്റുമാണ്. എല്ലാ ട്രേഡുകളും ടാർഗറ്റ് തന്നെ എത്തണമെന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും കഴിയില്ലല്ലോ. 1-2 പോയിൻറ്റിന് താഴേക്ക് വെച്ചിട്ട് ചിലപ്പോൾ എക്സിറ്റൊക്കെ അടിക്കേണ്ടി വരും. മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നിഫ്റ്റിയെ നോക്കുകയാണെങ്കിൽ 23,800 താഴെയാണ് പറഞ്ഞത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി. നമുക്ക് നോക്കൂ, ഈ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഇവിടെ നിന്നാണ് എൻട്രി ലഭിച്ചിട്ടുണ്ടാവുക. ഈ ഒരു ക്യാൻഡിലിന് ഇതുവരെ നല്ല ഭയത്തിലായിരിക്കും ഇരുന്നുണ്ടാവുക. എന്നിരുന്നാലും 160 പോയിൻറ്റ് ഉണ്ട്. ഇതിൽ 160 പോയിൻറ്റോളം ഉണ്ട്. താഴെ വരെ വെയിറ്റ് ചെയ്തവർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. 260ഓളം പോയിൻറ്റ് പോട്ടെ, ഒരു 100 പോയിൻ്റെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. 1:2 നമ്മൾ ടാർഗറ്റ് വെച്ചാലും നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവില്ല. നോക്കൂ, ഇതാണ് 1:2. ഇനി 1:1 ആണെങ്കിൽ തന്നെ ഫസ്റ്റത്തെ ആ ഒരു സൈഡ് വേ വന്നല്ലോ ഇവിടെ, അവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 1:1 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. 126 അല്ല, ഒരു 50 പോയിൻറ്റ്, 58-80 നമ്മൾ നിഫ്റ്റിയിൽ. ഒരു 70 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ വേണ്ട, 50 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചാലും പ്രോഫിറ്റ് നോക്കിക്കോളൂ. 100, 127 ഇതുവരെ നോക്കുകയാണെങ്കിൽ 270 പോയിൻറ്റ്, 260 പോയിൻറ്റ് കൂട്ടുകയാണെങ്കിൽ തന്നെ 1:5 ആയി. അപ്പോൾ ഏതായിരുന്നാലും അതുവരെ എന്തെങ്കിലും ഹോൾഡ് ചെയ്യില്ല ആരും. കാരണം മാർക്കറ്റ് നമ്മൾ ട്രേഡർമാരൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷേ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് അടിച്ചു പോകണമെങ്കിൽ അടിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് രണ്ടിലും പ്രോഫിറ്റാണ്. നമ്മൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അതായത് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ടാർഗറ്റ് വരെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത്. ടാർഗറ്റ് വരെ പോകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഇതാണ് ടാർഗറ്റ് വെച്ചത്, 50,338. 50,330 എന്ന് വെച്ചോളൂ. 49,900 വരെ ഇന്ന് ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. അതായത് ടാർഗറ്റിനും താഴെ വന്നിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് സാധ്യത. 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്യാൻഡിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ട്രിപ്പിൾ ബോട്ടം ഫോമായിട്ടുണ്ട്. ട്രിപ്പിൾ ബോട്ടം ഫോമായി ഇതിന് സപ്പോർട്ട് എടുത്തിട്ടാണ് മേലേക്ക് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ. ഏതായിരുന്നാലും അത് നമുക്ക് നോക്കാം. നമുക്ക് നാളെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലെ എങ്ങനെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിഫ്റ്റിയുടെ സെക്കൻഡ് സപ്പോർട്ട് ഇതാണെന്ന്. ഇവിടെയാണ് 50, അതായത് 23,450 പറഞ്ഞത്. നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് വാച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇന്നിപ്പോൾ 23,500 വരെ 510 ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി കേവലം ഒരു 50 പോയിൻറ്റിൻ്റെ, അത് കറക്റ്റായിട്ട് അവിടെ എത്തിക്കോളണമെന്നല്ല, ഒരു 19 പോയിൻ്റൊക്കെ ആയാലും. ഇനി നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്
ഒരു മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇവിടെയാണുള്ളത് 23,210. 23,210 ക്ലോസ് ചെയ്താൽ നല്ലൊരു ഡൗൺ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 21,000 വരെയൊക്കെ മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നെക്സ്റ്റ് ഇതാണ് 22,500. ഓക്കെ, അതുവരെ എന്തായാലും അതായത് 23,210 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 22,500 വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 80% കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും അതൊക്കെ നമുക്ക് നോക്കിയിട്ട് കാണാം. അതിനനുസരിച്ച് നമുക്ക് ട്രേഡുകളൊക്കെ എടുക്കുക. പരമാവധി അവസരങ്ങൾ മുതലാക്കണം. നമ്മൾ സജഷൻ തരുന്ന സമയത്ത് സ്കാൽപ്പിംഗ് മോഡലാണ് ചെയ്യാറ്. അതായത് 10 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഒരുപാട് നേരം നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. കാരണം പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പോകും. അതുകൊണ്ട് 10-15 പോയിൻ്റ് പ്രോഫിറ്റ് വരുമ്പോൾ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങി വരുന്ന ഒരു രീതിയാണ് നമ്മുടേത്. അല്ലാത്തവർക്ക് പേടിക്കാതെ ഈ പറഞ്ഞ നമ്മൾ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ 1:2 3 ടാർഗറ്റ് വെച്ചിട്ട് അങ്ങനെ കൈകെട്ടിയിരിക്കാം. പോവുകയാണെങ്കിൽ ഒരു 50 പോയിൻ്റ് പോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി ആയിരിക്കണം ഇരുത്തം. അങ്ങനെയുള്ളവർക്ക് ഈ സമയങ്ങളൊക്കെ നല്ല അവസരങ്ങളാണ്, സൂപ്പർ ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിഫ്റ്റിയിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ സപ്പോർട്ട് പറഞ്ഞു, നെക്സ്റ്റ് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി 1 അവറിലേക്ക് വരുമ്പോൾ നമുക്ക് നാളെ ട്രേഡ് എടുക്കാനുള്ള 23,500 താഴെ പുട്ട് സൈഡിലേക്ക് എൻട്രി എടുക്കാം. 23,730 മുകളിൽ അപ്പ് സൈഡിലേക്കും എൻട്രി എടുക്കാം. ഇത് 1 അവർ ടൈം ഫ്രെയിമാണ്. അത് 15 മിനിറ്റിലും നിങ്ങൾക്ക് നോക്കാം. ഇനി 5 മിനിറ്റ്സിലാണ് നമ്മൾ നോക്കുന്നത്. 5 മിനിറ്റ്സിൽ പുട്ട് സൈഡിലേക്ക് 23,500 തന്നെയാണ്. 23,500 താഴെ എടുത്താൽ മതി. അപ്പ് സൈഡിലേക്ക് പ്രീവിയസ് ഹൈ ഇത് തന്നെയുള്ളൂ, നമുക്ക് വേറെ ഇല്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊന്ന് പരീക്ഷണം നടത്താം എന്ന് മാത്രം. 23,680 മുകളിൽ 5 മിനിറ്റ്സ് ക്യാൻഡലിൽ മുകളിലേക്കും എടുത്തു പോകാം. ഓക്കെ, അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണേ. അതായത് നമ്മൾ 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രിയുടെ ആ റെസിസ്റ്റൻസ് 23,730. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. 1 ഡേ ടൈം ഫ്രെയിമിൽ പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത് 51,770, 49,690. ഇതാണ് പ്രീവിയസ് ലോ ഇനിയുള്ളത്. ഒരുപക്ഷെ നാളെ ഇത് വന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകാനും സാധ്യതയുണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ചിലപ്പോൾ താഴെ വരാം. അതല്ല ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടെ വന്ന് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോകാനാണ് കൂടുതലും സാധ്യത കാണുന്നത്. പ്രീവിയസ് ലോ നമുക്ക് ഇന്നത്തെ ലോ ആക്കി കണക്കാക്കാം. ഇന്നത്തെ ലോ 49,900 നമുക്ക് ഇത് പ്രീവിയസ് ലോ ആയിട്ട് വയ്ക്കാം. കാരണം നാളെ ഒരു പക്ഷേ ഇവിടെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം താഴേക്ക് വരാം. താഴേക്ക് വരുമ്പോൾ ഇത് ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് പോകാനായിരിക്കും സാധ്യത. 49,660 അല്ലെങ്കിൽ 49,700, 658 700-നകത്ത് വന്ന് സപ്പോർട്ട് എടുത്ത് പോകാനായിരിക്കും സാധ്യത. നിങ്ങൾ 1 ഡേ ടൈം ഫ്രെയിമിലാവുമ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. പക്ഷേ 200 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റിൽ എക്സിറ്റ് അടിക്കേണ്ടി വരും. അതേസമയം 1 അവർ ടൈം ഫ്രെയിമിലും 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലെല്ലാം നമുക്ക് പ്രീവിയസ് ലോ എന്ന് പറയുന്നത് 49,900 തന്നെയാണ്. അതിന് താഴെ എൻട്രി എടുത്ത് വരാം. ഓക്കെ, പ്രീവിയസ് ആയി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് 51,770. ഇനി അത് തന്നെ 1 അവറിലേക്ക് വരുമ്പോൾ നമുക്ക് ലോ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ഹൈ എന്ന് പറയുന്നത് 51,300. അതുവരെ വരണം. അതുവരെ വരാതെ എടുത്ത് പോയതിനെ കൊണ്ട് കാര്യം ഇല്ല. ഇവിടെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക എന്ന് മാത്രം. വേണ്ട, 1 അവർ ടൈം ഫ്രെയിമിൽ 51,300 മുകളിൽ തന്നെ മതി. 5 മിനിറ്റ്സ് ക്യാൻഡിൽ 5 മിനിറ്റ്സിൽ നമുക്ക് കുഴപ്പമില്ല. 50,850 മുകളിൽ ധാരാളം നമുക്ക് എൻട്രി കിട്ടും. മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ തന്നെയുള്ളൂ ഹൈ എന്ന് പറയുന്നത്. അപ്പോഴും ഇവിടെ നോക്കൂ, 50,300 50,800 പറയുമ്പോൾ 500 പോയിൻറ്റിൻ്റെ മാറ്റമുണ്ട്. വേറെ രക്ഷയില്ല, അവിടെ നിന്ന് തന്നെ എടുത്ത് പോകാൻ സാധ്യതയുള്ളൂ. അല്ലാതെ നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഇനി നമുക്ക് നാളെ മുതൽ സെൻസെക്സ് കൂടെ നോക്കേണ്ട അവസ്ഥയിലാണുള്ളത്. കാരണം വീക്ക്ലി എക്സ്പയറി സെൻസെക്സ് നിഫ്റ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സെല്ലേഴ്സ് എല്ലാം ഇനി സെൻസെക്സിലും കൂടുതലാവാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ അതേ ട്രേഡിംഗ് തന്നെയാണ് സെൻസെക്സിലും നടന്നിരിക്കുന്നത്. നോക്കൂ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, ടാർഗറ്റ്, അതിനും താഴെ ഇന്ന്
നല്ലൊരു ഡൗണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് 76,780. ഇന്നത്തെ ലോ വന്നിട്ട് 77,530. അപ്പോൾ ഏകദേശം ഒരു 100-800 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു പക്ഷേ താഴെ വന്ന് ഇതൊക്കെ സപ്പോർട്ട് എടുത്ത് നിഫ്റ്റിയെ പോലെ തന്നെ സപ്പോർട്ട് എടുത്ത് പോകാനായിരിക്കും. നാളെ എന്തായാലും പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. മാർക്കറ്റാണ്, ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഏതായിരുന്നാലും അത് നാളെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം. 1 ഡേ ടൈം ഫ്രെയിമിൽ പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ഇതാണ് 80,130. ഇതിന് മുകളിലാണ് എൻട്രി ചാൻസ് ഉള്ളൂ. 1 അവറിലേക്ക് വരുമ്പോൾ നമുക്ക് 77,500. 77,500 താഴെ എൻട്രി എടുക്കാം. 1 അവറിലും 15 മിനിറ്റ്സ്. അപ്പ് സൈഡിലേക്ക് നമുക്ക് കുറച്ച് താഴ്ത്തി വയ്ക്കാം 79,850 മുകളിൽ. പക്ഷേ ഇത് വേറൊരു കാര്യമുണ്ട്. നെക്സ്റ്റ് ഇവിടെയൊക്കെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 80,060. പക്ഷേ ഒക്കെ ഒരു 200 പോയിൻറ്റിൻ്റെയൊക്കെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് 15 മിനിറ്റ്സിലും 1 അവറിലൊക്കെ ഞാൻ 79,850 വരച്ചത്. അത് തന്നെ നമ്മൾ 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ലോ ഇവിടെ നിന്ന് തന്നെയാണ് 77,500 താഴെ എടുത്ത് വരാം. 5 മിനിറ്റ്സിൽ നമുക്ക് അപ്പ് സൈഡിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും എൻട്രി എടുക്കാം 78,920 മുകളിൽ. കുറച്ചുകൂടെ മേലെ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. 79,030 മുകളിൽ. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ചാർട്ടിലേക്ക് ആഡ് ചെയ്യുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക. കറക്റ്റായ സമയത്ത് നമ്മൾ പറഞ്ഞ രൂപത്തിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എപ്പോഴും പറയാറുണ്ട്, ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മുകളിലേക്ക് പോകുമ്പോൾ എടുക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പ്രോപ്പറായി പഠിക്കാൻ ശ്രമിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.